ഹായ് അസ്സലാമലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പം നമ്മൾ കുറേ നാളായില്ലേ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയാണ് ഇപ്പോൾ കേട്ടോ ലോങ് വീഡിയോസൊക്കെ ഇടാൻ. ഷോർട്സ് ഇട്ടിട്ട് ലോങ് വീഡിയോ എഡിറ്റ് എടുക്കാനൊക്കെ ഭയങ്കര മടിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ ഇരുമ്പകച്ചോല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുറച്ച് പോയിട്ട് കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ തന്നെ ഓപ്പോസിറ്റ് ഒരു ഭാഗമുണ്ട് കേട്ടോ. അവിടെ നമ്മൾ പോയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ മുന്നേ. അന്നിക്കാൻ്റെ ഏട്ടൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അവരില്ല, അതുകൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിതാ പോവുകയാണ്. ഒരു 4-5 മണിയൊക്കെ ആയിട്ടുണ്ട്, 4 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇരുമ്പകച്ചോല വന്നിട്ട് അവിടുന്ന് ഒരു ഷോപ്പിൽ നിന്ന് പിന്നെ സ്നാക്സ് മുഖ്യമാണല്ലോ എങ്ങോട്ടേലേക്ക് പോകണമെങ്കിൽ. സത്യം പറഞ്ഞാൽ ഈ പോക്ക് ഫൈസി കുട്ടിക്ക് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറേ ആളിങ്ങനെ മീൻ പിടിക്കാൻ ഇങ്ങനെ പറയുന്നത്. നമ്മളടുത്തുള്ള കനാലിലും കുഞ്ഞു തോടുകളിലൊന്നും ഇപ്പോൾ വെള്ളമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നൊന്നും മീനെ കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ അന്ന് പോയ സമയത്ത് നല്ല മഴയും നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും വേനലൊന്നും ഇല്ലല്ലോ അന്ന്. അപ്പോൾ നല്ലോണം മീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് പിടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ കുപ്പിയും പിന്നെ തോർത്തും ഇവർക്ക് മാറാനുള്ള ഡ്രസ്സും എല്ലാം കൊണ്ടാണ് കേട്ടോ പോണത്. പക്ഷേ എന്താ സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾ കണ്ടോളിട്ടോ. പിന്നെ ഈ ഒരു സ്ഥലത്ത് കൂടെ പോകുമ്പോൾ നമ്മൾ അട്ടപ്പാടി ഉള്ളിൽ കൂടെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോണ പോലെ തോന്നട്ടോ. നിറച്ച് സീവീഡിൻ്റെയൊക്കെ സൗണ്ട് ഉണ്ടായിരുന്നു, ഇവിടുന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ, പറഞ്ഞിട്ട്. ശരിക്കും നമ്മൾ അട്ടപ്പാടിയിൽ ഇങ്ങനെ ഉൾവലത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകുമ്പോഴാണ് അങ്ങനത്തെ ഒരു സൗണ്ടൊക്കെ കേൾക്കുക. അവിടുന്ന് അങ്ങനെ ആ സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ സ്പോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ അടിപൊളി സ്പേസ് കേട്ടോ. അപ്പോൾ കാഞ്ഞിരപ്പുഴ ഡാമിലൊക്കെ വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മണ്ണാർക്കാട് ഈ ഒരു സ്ഥലത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്താണേലും ഒന്ന് വന്ന് കാണേണ്ട ഒരു സ്പേസ് തന്നെയാണ് കേട്ടോ. സത്യമായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു സ്ഥലം. കാരണം നമ്മൾ എന്താ പറയുക, അത്രയ്ക്ക് കാമായിട്ട് ഫ്രീ ആയിട്ടുള്ള ഒരു സ്പേസാണ് കേട്ടോ. അതായത് ഇങ്ങനെ ഒരു ഒച്ചപ്പാടോ ബഹളോ ആൾക്കാരുടെ ഒരു ഇതോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കല്യാണ ചെക്കനും പെണ്ണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. 2 ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിൻ്റെ. അടിപൊളിയാണ് ഫോട്ടോസ് എടുക്കാനും പിന്നെ നമുക്ക് റിലാക്സ് ആയിട്ടിരിക്കാൻ ഫ്രണ്ട്സ് ഫാമിലീൻ്റെ കൂടെയൊക്കെ വന്നിട്ട് ചില്ല് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ടാണ്. കുട്ടികൾക്ക് നീന്തി കളിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ അത് എന്താ പറയുക, ചില സ്ഥലത്തൊക്കെ ആഴുണ്ട്. പിന്നെ ഇപ്പോൾ വെള്ളം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തൊക്കെ വെള്ളമായിരുന്നു. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ കുറവാണ്. പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ല. കാരണം ചില സ്ഥലത്ത് നല്ല ആഴുണ്ടാവും, ചില സ്ഥലത്ത് ആഴമില്ല. അങ്ങനെയൊക്കെയാണ്, ഡാമല്ലേ. അതുകൊണ്ട് നമുക്കങ്ങനെ കറക്റ്റ് ഒരു ഇതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഞാനൊക്കെ ഫസ്റ്റ് കുറേ ഒരു 3-4 കോറിലൊക്കെ കോരിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒറ്റ മീനും കിട്ടിയില്ല കേട്ടോ. മീനുണ്ട് കേട്ടോ, മീൻ നല്ലോണം ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും മീനുകളൊക്കെ അങ്ങോട്ട് ഓടി പാഞ്ഞു പോകും കേട്ടോ. പിന്നെ ഇവർ കുറേ നേരം പോപ്കോണൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മളെ തോർത്തിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ താഴ്ത്തി വെച്ച് മീൻ അത് കൊത്താൻ വേണ്ടി വരുമ്പോൾ പൊക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ നോക്കിയിട്ടും സംഭവം മീനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഫൈസിക്കുട്ടിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ആളാകെ വന്നത് ഈ സ്ഥലം കാണാനൊന്നല്ല, ആൾക്ക് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആളാകെ വന്നിട്ടുണ്ടായിരുന്നത്. അതിട്ട് നടന്നതുമില്ല. അങ്ങനെ കുറേ നേരമൊക്കെ അവരിങ്ങനെ എന്തൊക്കെയോ കാട്ടി കൂട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിലിങ്ങനെ മൊത്തത്തിൽ നനയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഡ്രസ്സ് മാറാനൊന്നും പറ്റില്ല. പിന്നെ ബൈക്കിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വല്ലാണ്ട് നനയണമെന്ന് എനിക്കിഷ്ടമല്ല. പിന്നെ എല്ലാവരും ഇറങ്ങുകയാണെങ്കിൽ ഇറങ്ങും, അത്രേ ഉള്ളൂ. അങ്ങനെ കുറച്ച് നേരമൊക്കെ നമ്മൾ ഇവർ വെള്ളത്തിലൊക്കെ കുറച്ച് നേരം അങ്ങനെ കുറച്ച് നേരമൊക്കെ മീനെ പിടിച്ച് നമ്മൾ നേരെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വെറുതെ ഇങ്ങനെ പിടിച്ചിട്ട് കാര്യമില്ലല്ലോ, കിട്ടൂലല്ലോ. അപ്പോൾ ഇനി നമുക്ക് പിന്നെ ഒരു ദിവസം വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആളെ സമാധാനിപ്പിച്ച് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ സ്പോട്ട് നടക്കണ്ട, നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാം എത്തുന്നതിന് മുന്നേ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വഴിയുണ്ട്. അതിലൂടെ ഒരു കുറച്ച് പോന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്തേക്ക് എത്താട്ടോ. ഒരുപാട് പേർക്കൊന്നും ഈ ഒരു സ്ഥലം അറിയില്ല കേട്ടോ. പക്ഷെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ പോകാത്തവരൊക്കെ ഒന്ന് മസ്റ്റായിട്ടും പോയിട്ട് വിസിറ്റ് ചെയ്യാം. വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.